ഈ കൃപാവചസ്സുകൾ വരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണ് നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ സുഖം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിലുള്ള രോഗങ്ങൾ സുഖം പ്രാപിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ശരീരത്തിലെ രോഗങ്ങൾ അറ്റുപോകും. പിന്നെ ഒരു കുഴപ്പമുണ്ടായില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ പല ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ 8-ാം അധ്യായം 15-16 വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 15-16 വാക്യങ്ങൾ. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെയും അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഈശോയുടെ കൃപാവചസ്സുകൾ ഈശോ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ, അനേകം പിശാച് ബാധിതർ, അനേക രോഗികൾ, അശുദ്ധാത്മാക്കളാൽ പീഡ അനുഭവിച്ചിരുന്നവർ, ഇവരെല്ലാം സുഖപ്പെടുന്ന അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം, ഈ കൃപാവചനത്തിൻ്റെ പ്രത്യേകതയാണ്, ഈ കൃപാവചനം പ്രസംഗിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇടങ്ങളിലും എന്തു ചെയ്യും, അനേകരുടെ നിരവധിയായ തരത്തിലുള്ള പ്രയാസങ്ങളിലേക്ക് കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കും. കാരണം ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്, ജീവനും ആത്മാവുമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 7-12 വരെയുള്ള തിരുലിഖിതങ്ങൾ. യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി. വലിയ ഒരു ജനക്കൂട്ടം അവൻ അനുഗമിച്ചു. യൂദ, ജെറുസലം, ഇദുമയ എന്നിവിടങ്ങളിൽ നിന്നും, ജോർദാൻ്റെ മറുകര നിന്നും, ടയർ, സീദോൻ എന്നിവിടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി. ഞെരുങ്ങാതിരിക്കേണ്ടതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ആവശ്യപ്പെട്ടു. എന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈശോ ചെയ്ത കാര്യം എന്താ? ഈശോ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഈശോ ഈ സമൂഹത്തോട്, ജനക്കൂട്ടത്തോട് ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾ പ്രസംഗിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന സ്ഥലത്താണ് അശുദ്ധാത്മാക്കൾ അലറിക്കൊണ്ട് ഓടി മറഞ്ഞത്. വളരെ വലിയ പ്രകടമായ വലിയ രോഗസൗഖ്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. വേറൊരു വാക്കി പറഞ്ഞാൽ, കർത്താവ് സ്വർഗത്തിൽ നമുക്ക് അയക്കുന്ന ഈ കൃപാവചസ്സുകൾ നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്താൻ അത്ഭുത ശക്തിയുള്ളതാണ്. നമ്മുടെ പൈശാചിക ബാധകളെ നമ്മളിൽ നിന്ന് അലറിക്കൊണ്ട് പുറത്തു പോകാൻ തക്ക വിധം നമ്മൾക്ക് വ്യത്യാസം വരുത്താൻ കഴിവുള്ള അത്ഭുത ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ ഈ വചനങ്ങൾ. സങ്കീർത്തന പുസ്തകത്തിൽ 107-ാം അധ്യായത്തിൽ 20-ാമത്തെ തിരുലിഖിതം, സങ്കീർത്തനം 107 അതിൽ 20-ാമത്തെ തിരുലിഖിതം. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പോൾ ഇന്ന് കൃപാവചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? വിനാശത്തിൽ ഇരിക്കുന്നവരെ വിനാശത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതാണ് ഈ വചനം. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. രോഗത്തിലിരിക്കുന്നവരെ രോഗാവസ്ഥകളിൽ നിന്ന്, രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് വലിയ തരത്തിലുള്ള വിനാശത്തിൻ്റെ അടിമത്തത്തിലിരിക്കുന്നത്. കടബാധ്യത ഒരു വിനാശമാണ്. കുടുംബ വഴക്ക്, കല്യാണം നടക്കാതിരിക്കുക, പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നത്, കുടുംബത്തിൽ നിരാശ, മരിക്കണം എന്നുള്ള ചിന്ത, ആത്മഹത്യാ പ്രവണത, ഒരു 100,000 തരത്തിലുള്ള വിനാശങ്ങൾ നമ്മുടെ ജീവിതത്തെ വലയം ചെയ്യാം. നമ്മൾ വചനം കേൾക്കണം. ഈ കേൾക്കുന്ന ഈ കൃപാവചസ്സുകൾ വിനാശത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി കൂടെയാണ് ദൈവം നമുക്ക് വേണ്ടി അയക്കുന്നത്. വിനാശത്തിൽ നിന്ന് അത് ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ അല്ലെങ്കിൽ ഒരു തവണയോ 2 തവണയോ 3 തവണയോ 5 തവണയോ 10 തവണയോ കേട്ടിട്ട് അത് മാറുന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അത് വീണ്ടും വചനം കേട്ടുകൊണ്ടിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ, നമ്മൾക്ക് ഹൃദയത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അടിസ്ഥാനപരമായ ഒരു വിശ്വാസം വേണം. ഞാനീ കേൾക്കുന്നത് കൃപാവചസ്സാണ്, ഞാനീ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിന് എൻ്റെ ജീവിതത്തിലെ വിനാശത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അത്ഭുത ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. വിശ്വസിക്കണം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൃപാവചനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ വചനം കേൾക്കുന്ന ദൈവ മക്കളെ ഈ വചനം അവരുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പാപബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിവുള്ളതാണ്. ഈ ആത്മാവിനെ രക്ഷിക്കാൻ കഴിവുള്ളതാണ്. അത് രക്ഷ പ്രദാനം ചെയ്യാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ ഈ വചനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 11-12 തിരുലിഖിതങ്ങൾ ഉപമ ഇതാണ്. വിത്ത് ദൈവവചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. വേറൊരു വാക്യം പറഞ്ഞാൽ, ഈ വചനം അവരുടെ ഹൃദയത്തിൽ നിന്ന് അവരത് വിശ്വസിച്ചാൽ എന്താവും? അവർ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വായിച്ചു നോക്കിയേ, വചനം നിങ്ങൾ വായിച്ചു നോക്കിയേ. അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം നീക്കം ചെയ്യുന്നു. അപ്പോൾ ഈ വചനം ദൈവം അയക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ലക്ഷ്യമാണ് അവർ ഈ വചനം വിശ്വസിച്ച് രക്ഷപ്പെടണം. വേറെ വാക്കി പറഞ്ഞാൽ, ഈ വചനത്തിനുള്ള അത്ഭുതകരമായൊരു കഴിവാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ ഈ വചനത്തിന് കഴിവുണ്ട്. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ആത്മാവിനെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും എല്ലാം രക്ഷിക്കാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ മറ്റനേകം കാര്യങ്ങൾ എന്ന പോലെ ഈ കാര്യം നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ നമ്മുടെ സ്വന്തം കഴിവിൽ തന്നെയാണ്, നമ്മുടെ സ്വന്തം പരിശ്രമത്തിൽ തന്നെയാണ് നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത്. ദൈവത്തിലോ ദൈവത്തിൻ്റെ വചനത്തിലോ നമ്മൾ ആശ്രയം വെക്കുന്നില്ല. ഇത് അനേകം വിശ്വാസികളുടെ ഒരു തകർച്ചയാണ്. നമ്മൾ ദൈവത്തിലോ ദൈവത്തിൻ്റെ വചനത്തിലോ ആശ്രയം വെക്കുന്നില്ല രക്ഷപ്പെടാൻ വേണ്ടി. നമ്മൾ ആശ്രയം വെക്കുന്നത് നമ്മുടെ സ്വന്തം കഴിവിലും നമ്മുടെ സ്വന്തം പരിശ്രമത്തിലുമാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ കരുണയാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒട്ടനവധി പേർക്ക് ദൈവം ഈ കൃപ കൊടുത്തിട്ടുണ്ട്. വചനം കേൾക്കാനുള്ള കൃപ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ ഒരു സഹോദരൻ്റെ അനുഭവം. ആ സഹോദരൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കുറേ ക്ലേശമുണ്ടായി, ഒരു ഞെരുക്കമുണ്ടായി. അപ്പോൾ അദ്ദേഹം ചെന്നൈയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ അദ്ദേഹം ഞെരുക്കമുണ്ടായ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിന് ഒരു ഡിവൈൻ വിസ്ഡം കിട്ടി. ദൈവത്തിൻ്റെ ഒരു റെവലേഷൻ ഉള്ളിൽ കിട്ടി, ഒരു ദൈവത്തിൻ്റെ ഒരു ജ്ഞാനം ഉള്ളിൽ കിട്ടി. വിസ്ഡം എന്ന് പറയും, വിസ്ഡം ഇല്ലാത്ത, ഡിവൈൻ വിസ്ഡം ഇല്ലാത്ത മനസ്സ്, ഹൃദയം, ജീവിതം എന്ന് പറയുന്നത് ഉണങ്ങി ദ്രവിച്ച കമ്പ് പോലെയാണ്. അതിനകത്ത് ജീവനൊന്നുമില്ല, ഉണങ്ങിയ കമ്പ് പോലെയാണ്. അത് യെശയ്യായുടെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മണച്ചില്ലകൾ ഉണങ്ങി വീഴുന്നു, സ്ത്രീകൾ പറക്കി അത് കത്തിച്ച് കളയുന്നു. വിവേകം കെട്ട ജനമാണിത്, അവരുടെ സൃഷ്ടാവിന് അവരുടെ മേൽ കാരുണ്യമില്ല, അവർക്ക് രൂപം നൽകിയവന് അവരിൽ പ്രസാദമില്ല. കാരണം എന്താ? വചനമില്ല. വചനമില്ലാത്ത മനസ്സ്, വചനമില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ഉണങ്ങിയ വിറകമ്പ് പോലെയാണ്, ഉണങ്ങി ദ്രവിച്ച കമ്പുകൾ പോലെയാണ്. അതിനകത്ത് ജീവനില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെന്നൈയിൽ നിന്ന് വന്ന ആ സഹോദരൻ്റെ ഉള്ളിൽ ഡിവൈൻ വിസ്ഡം ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ഒരു വിസ്ഡം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ എഴുതിയിരുന്ന പോരാ, എൻ്റെ ബിസിനസ്സിന് കുറച്ച് പരാജയമുണ്ട്, എൻ്റെ ബിസിനസ് ഫ്ലറിഷ് ചെയ്യണം. അതുകൊണ്ട് എൻ്റെ ബിസിനസ് ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ പോയി വചനം കേൾക്കും. ഞാനിങ്ങനെ ഇരിക്കില്ല, ഞാൻ തകരാൻ പാടില്ല, ഞാൻ പോയി വചനം കേൾക്കും. വചനം കേട്ടാൽ എൻ്റെ കാര്യത്തിൽ ഈ കൃപാ വചസ് വഴി വ്യത്യാസം ഉണ്ടാകും എന്ന് ഒരു ഡിവൈൻ വിസ്ഡം അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ചെന്നൈയിൽ നിന്ന് അദ്ദേഹം ഇവിടെ വന്ന് വചനം കേൾക്കാൻ തുടങ്ങി. അദ്ദേഹം പറയാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഈ കൃപാ വചസ് അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അതാണ് അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായത്തിൽ 32-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവർത്തനം 20:32 ഈ കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 20:32 നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും, കൃപാവചസ്സിന്, കൃപയുടെ വചനത്തിൻ്റെ പേരാണ് കൃപാവചസ്. കൃപയുടെ വചനം അല്ലെങ്കിൽ കൃപാവചസ്. ഈ കൃപാവചസ്സിന് നമുക്ക് വരമേൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങളൊരാൾ എൻ്റെ അടുത്ത് വന്നു, എനിക്ക് നിങ്ങളെ കൃപാവചസ്സിന് കൃപയുടെ വചനത്തിന് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയൊക്കെ കൃപാവചനത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം, കൃപയുടെ വചനത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ കൃപയുടെ വചനത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ കൃപയുടെ വചനം നിങ്ങൾ കേട്ടാൽ, കർത്താവ് വെളിപ്പെടുത്തുകയാണ്. വായിച്ചു നോക്കിയേ, അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 32-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനുള്ള കഴിവ് അതിനുണ്ട്. ഉത്കർഷം. എന്താ ഉത്കർഷം എന്ന് പറഞ്ഞാൽ? ഉത്കർഷം എന്താ? അത് ഉയർച്ച, വളർച്ച. നിങ്ങൾക്ക് ഉത്കർഷം വരുത്താനുള്ള കഴിവ്
ദൈവവചനത്തിനുണ്ട്. നമ്മുടെ സർട്ടിഫിക്കറ്റുകളും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ പരീക്ഷകളും എന്നത് ഒരു ഘടകം മാത്രമാണ്. നമുക്ക് നല്ല വിധത്തിൽ ഉത്കർഷം വരാൻ കൃപയുടെ വചനം അവിടെ പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. കൃപാവചസ്, കൃപയുടെ വചനം, കൃപയുടെ വചനം, കൃപയുടെ വചനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കാലഘട്ടത്തിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ കൃപയുടെ വചനം പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. ഈ കൃപയുടെ വചനം നമ്മൾ സ്വീകരിക്കണം. ഈ കൃപയുടെ വചനം നമ്മൾ കേൾക്കണം. ഈ കൃപയുടെ വചനം നമ്മൾ വായിക്കണം. അത് വായിക്കുന്നവർക്കും അത് കേൾക്കുന്നവർക്കും അത് പാലിക്കുന്നവർക്കും അവർ അനുഗ്രഹീതരായി മാറും. ഇത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായതുകൊണ്ട് അങ്ങനെ സംഭവിക്കും. കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, വചനമാണ് സത്യം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, വചനമാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ കൃപയുടെ വചനത്തെ തേടി പോകണം. നമ്മൾ ഈ കൃപയുടെ വചനത്തെ കേൾക്കണം. ഈ കൃപയുടെ വചനം വായിക്കണം. ഈ കൃപയുടെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ നല്ല സ്ഥാനം കൊടുക്കണം. അങ്ങനെ ഈ കൃപാവചനം നമുക്ക് എന്തു ചെയ്യും? നമുക്ക് നല്ല ഉത്കർഷം വരുത്തും. നല്ല ഉത്കർഷം വരുത്തും.